നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. അതായത് ഒരു വാഹനം എങ്ങനെയാലും മുൻപോട്ട് പലർക്കും ഓടിക്കാൻ അറിയാം, എന്നാൽ ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പലർക്കും അറിയില്ല. അപ്പോൾ ഒരു രണ്ട് വണ്ടി കിടക്കുന്ന സമയത്ത് എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ആ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് പോലെ നമുക്കും പാർക്ക് ചെയ്യുക, കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്താൽ കൃത്യമായിട്ട് നമുക്കും ആ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന പോലെ നമുക്കും പാർക്ക് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്കും ഇതുപോലെ ഒരു പ്രയാസമാണ് ഒരു വാഹനം പാർക്ക് ചെയ്യാൻ എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. കാരണം ഇതുപോലെ ലൈസൻസ് കൊണ്ട് വാഹനം വീട്ടിലുണ്ടായിട്ടും വാഹനം ഓടിക്കാൻ പേടിയുള്ള പലരും കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒരു ധാരണ കിട്ടും, ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് 1-2 പേരുടെ പ്രാക്ടീസിനായിട്ട് പോയി, എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല, അതുകൊണ്ട് എന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട്, നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല, അപ്പോൾ നിന്നെ കൊണ്ട് ഒട്ടും ഈ ഒരു പ്രായത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നു, നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും, നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും, എൻ്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. പലരും വന്ന് ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ ജില്ലയിൽ വരുമോ, ഞങ്ങളുടെ സ്ഥലത്ത് വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യം എടുത്ത് ഞാൻ പറയുന്നത്. നിങ്ങൾ കേരളത്തിലാണോ, നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന്, എൻ്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട, പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, ഞാൻ അതായത് ആ വാഹനം കറക്റ്റായിട്ട് എങ്ങനെയാണ് പാർക്ക് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ആ വാഹനം കൃത്യമായിട്ട് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയത് എന്ന് ഞാനത് കാണിച്ചു തരാം. അതിനുശേഷം ഞാനതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നും ചെയ്യേണ്ടതെന്നും ഞാനത് പറഞ്ഞു തരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഒരു വണ്ടി മുന്നോട്ട് എടുക്കുമ്പോഴും ബാക്കിലോട്ട് എടുക്കുമ്പോഴും എങ്ങോട്ടൊക്കെയാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടതെന്നും എങ്ങോട്ട് തിരിച്ചാലാണ് കറക്റ്റായിട്ട് കയറുക എന്നുള്ളൂ സ്കിപ്പ് ചെയ്ത് കണ്ടാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഇവിടുന്ന് ഒരു വാഹനം നമ്മുടെ ചേർക്കേണ്ടടുത്ത്, അത് പാർക്ക് ചെയ്യേണ്ട അടുത്തോട്ട് ആ വാഹനത്തെ ചേർത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്ത് എന്ത് ചെയ്യുക, മുന്നോട്ട് വാഹനം കൊണ്ടുപോയിട്ട് നമ്മുടെ ഫ്രണ്ട് എത്തിക്കഴിയുമ്പോൾ റൈറ്റിലോട്ട് നമ്മുടെ സ്റ്റിയറിങ്ങിനെ തിരിച്ചിട്ട് നമ്മുടെ ആ റൈറ്റിലേക്ക് തിരിച്ചതിന് ശേഷം നമ്മുടെ മിററിലേക്ക് നോക്കുക. ആ മിററിലേക്ക് നോക്കുന്നുണ്ട് നമ്മുടെ ബാക്ക് സൈഡ് കണ്ടില്ലേ, ആ വാഹനത്തിൻ്റെ ഉള്ളിലൂടെ കയറാനുള്ള ആ ഒരു ഗ്യാപ്പ് മിററിൽ കാണണം. ആ മിററിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്യാപ്പിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മിററും ക്ലിയർ ആയിരിക്കണം. നമുക്ക് ഇരിക്കുന്ന സീറ്റിനനുസരിച്ച് തന്നെ കറക്റ്റ് മിറർ ആക്കി വെക്കുക. അതിനുശേഷം അവിടെ കൊണ്ട് വണ്ടി നിർത്തിയതിനു ശേഷം നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തു. റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആ ബാക്കിലൂടെ ആ വണ്ടിയെ ചേർന്ന് തന്നെ ബാക്കിലേക്ക് വരിക. വണ്ടിയുടെ വാഹനത്തിന്റെ മൂലയാകുമ്പോൾ ഇതിലേക്ക് തിരിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ബാക്കിലേക്ക് തന്നെ പോവുക. കയറി വരുന്തോറും ഇവിടെ വൈഡായിട്ടേ വരത്തുള്ളൂ, കാരണം എന്തായാലും ഒരു വണ്ടി ചതുരത്തിൽ കിട്ടത്തില്ല. കണ്ടോ, കയറി വരുന്തോറും എന്ത് ചെയ്യുന്നു, അവിടെ വൈഡായിട്ട് വരുന്നുണ്ട്. ആ വൈഡായിട്ട് കയറി വരുമ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ ബാക്കിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും, ബാക്ക് സൈഡ് ഇട സൈഡ് എന്ത് ചെയ്യും, ഗ്യാപ്പിലും അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡ് എന്ത് ചെയ്യും, ചേർന്നും കിടക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ചെന്ന് ബാക്ക് സൈഡ് ചെന്ന് ഇവിടെ ഇങ്ങനെ സൈഡിൽ കിടക്കുന്ന ഒരു വണ്ടിയിലാണല്ലോ ഫിത്തിയിലാണല്ലോ മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഫ്രണ്ടിലോട്ട് എടുക്കുക.
ഫ്രണ്ടിലോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചതിന് ശേഷം മുന്നോട്ടെടുത്ത് വെച്ച് വീണ്ടും നമ്മൾ സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യാം, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. നമുക്ക് ഇങ്ങനെ സൈഡ്, അതായത് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരേ ഗ്യാപ്പ് കിട്ടത്തക്ക പോലെ നേരെ സ്ട്രെയിറ്റ് ആക്കി ബാക്കിലേക്ക് വരിക. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് എടുത്തിട്ടാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് എടുത്തത്. അപ്പോൾ റൈറ്റിലോട്ട് തിരിച്ചിട്ട് നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തോണ്ട് നമ്മൾ പിന്നെ ബാക്കിലോട്ട് എടുത്താൽ സംഭവിക്കും, ബാക്ക് സൈഡ് വീണ്ടും ആ ഗ്യാപ്പിലോട്ടേ വരുള്ളൂ. അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആക്കിയിട്ട് വേണം ബാക്കിലോട്ട് വരാൻ. അപ്പം അവിടെ ഗ്യാപ്പ് വരുന്നതനുസരിച്ച് നമ്മൾ എന്താണ്, നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ചേർക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലോട്ട് സ്വല്പം കൂടെ തിരിച്ച് ആ എത്ര നമ്മൾ പിന്നെ തിരിച്ചുകൊണ്ടാണോ റിവേഴ്സ് വരുന്നത് അതനുസരിച്ച് പിന്നെ കയറി വരുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, അത്രയും കൂടെ സ്റ്റിയറിംഗ് നിവർത്തി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരേ ഗ്യാപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാഹനം കൊണ്ടുവന്ന് അതേ ആ കിടക്കുന്ന വാഹനത്തിനനുസരിച്ച് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം, ഫ്രണ്ടിൽ നിന്നുള്ള വിഷൂടെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നമ്മൾ അവിടെ നിന്ന് വരുന്നു, അവിടെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ കണ്ടല്ലോ ആ വാഹനം നമ്മൾ ആ സൈഡ് തന്നെ നമുക്ക് അവിടെ പാർക്ക് ചെയ്യേണ്ട ആ സൈഡ് തന്നെ ചേർത്ത് വരുന്നു. മുന്നോട്ട് വരുന്നതോറും നമ്മൾ റൈറ്റിലേക്ക് ഫ്രണ്ടിനെ കൊണ്ടുപോയി, എന്നാലേ നമ്മുടെ ബാക്ക് സൈഡ് ചേർന്ന് ആ വാഹനമായിട്ട് വരത്തുള്ളൂ. നമ്മുടെ ആ മിററിൽ കാണുന്നു, ആ കാണുന്നതിനനുസരിച്ച് മാത്രം നമ്മൾ ഫ്രണ്ടിലോട്ട് കാണാൻ നമ്മളൊരു കാരണവശാലും അവിടെ നിർത്തരുത്. കണ്ടതിന് ശേഷം വരുന്നിടം വരെ എന്ത് ചെയ്യുക, മുന്നോട്ട് എടുക്കുക. അതിനുശേഷം നമ്മുടെ ആ സൈഡ് ചേരാനുള്ളതുകൊണ്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് തന്നെ തിരിച്ച് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തു, ബാക്കിലേക്ക് വാഹനം കയറി വരുന്നുണ്ട്. കണ്ട ആ സൈഡ് തന്നെ ചേർന്ന് വരുമ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പിനകത്തോട്ട് കറക്റ്റായിട്ട് കയറാൻ പറ്റി. ആ ഗ്യാപ്പിനകത്തോട്ട് കയറിയതിന് ശേഷം റൈറ്റ് സൈഡ് എന്ത് ചെയ്തു, ഗ്യാപ്പിലായി. അതിന് വേണ്ടി നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് എടുക്കുന്നു, റൈറ്റിലേക്ക് തിരിച്ച് മുന്നോട്ടെടുത്ത് അവിടെ നിർത്തി നമ്മൾ സ്ട്രെയിറ്റ് ആക്കുന്നുണ്ട്. കേട്ടോ, സ്ട്രെയിറ്റ് ആക്കാതെ ഒരു കാരണവശാലും എടുക്കുക, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, ബാക്ക് സൈഡ് എന്ത് ചെയ്യും, ഗ്യാപ്പിലായി പോകും. അവിടെ നിന്നിട്ട് നമുക്ക് അവർ ചേർക്കാനനുസരിച്ച് നമ്മൾ ലെഫ്റ്റിലോട്ട് ആക്കി കൊടുക്കുന്നു. കണ്ടോ, ലെഫ്റ്റിലേക്ക് നമുക്ക് ചേർക്കാനുള്ളതുകൊണ്ട് ലെഫ്റ്റിലേക്ക് ആക്കി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അതേ രീതിയിൽ ബാക്കിലോട്ട് പോയാൽ എന്ത് ചെയ്യും, വണ്ടി വളഞ്ഞ് അങ്ങനെ പോകും. അപ്പോൾ അവിടെ ആ ലൈൻ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്തു, വീനെ നിവർത്തി ആണ്ടാ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കയറി കഴിയുമ്പോൾ രണ്ട് സൈഡ് നമുക്ക് ആ ഗ്യാപ്പിൽ കറക്റ്റായിട്ട്, കാരണം ഇപ്പുറത്ത് കിടക്കുന്ന വണ്ടിയുടെ ഡോറ് തുറക്കണമെങ്കിലും ആ ഡ്രൈവർക്ക് കയറണമെങ്കിലും അവർക്കുള്ള ഗ്യാപ്പാക്കി കറക്റ്റായിട്ട് കയറാൻ പറ്റി. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പ്രാക്ടീസ് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എവിടെ കിടക്കുവാണെങ്കിലും അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു പാർക്കിംഗ് ആണെങ്കിലും ആ റൈറ്റ് സൈഡ് ചേർത്തുകൊണ്ട് തന്നെ എടുത്താൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ മിററിൽ നോക്കി തന്നെ എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് തന്നെ എവിടെ നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമൻറ്റ് ബോക്സിൽ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.